ഹായ് 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 എന്താ ചെയ്യാൻ പോണേ? ആണോ? അതിനകത്ത് കളറാക്കാൻ പോവാണ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ പരിപാടി ഒരു കുപ്പിപ്പണിയാണ്. ആമിക്കുട്ടീന്റെ കയ്യിലിരിക്കുന്ന കുപ്പിയാട്ടോ നമ്മുടെ ഇന്നത്തെ ആയുധം. ആമി, ഈ കുപ്പി എവിടുന്നാ? ആ, ഓക്കെ. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ പറയട്ടെ, ഹാപ്പി മദേഴ്സ് ഡേ. അമ്മമാരുടെ മഹത്വം ഈ ഒരു ഡേയിലേക്ക് ചുരുങ്ങി പോകുന്നതുകൊണ്ട് എനിക്ക് വളരെയധികം എതിർപ്പുണ്ട് കേട്ടോ. ബട്ട് ഈ ഒരു ഡേ നമുക്കൊരു സെലിബ്രേഷൻ ഡേ ആക്കി എടുക്കാം. അതുകൊണ്ട് ഇന്ന് ഞാനും ആമിക്കുട്ടിയും വന്നിട്ടുള്ളത് ഒരു കുപ്പിപ്പണിയായിട്ടാണ്. ഇൻട്രോയിൽ തന്നെ ആമിക്കുട്ടി ആ സസ്പെൻസ് പൊട്ടിച്ചിട്ടുണ്ട്, എന്താ കാര്യം എന്നുള്ളത്. സോ ഈസി ആയിട്ട് എത്ര ചെറിയ മക്കൾക്കും ചെയ്യാവുന്ന ഒരു ആർട്ടാണ് ഇട്ടത്. ആകെ ചിലവ് വരുന്നത് ഒരു കുപ്പിയും ഗ്ലാസ് പെയിൻറ്റും അതുപോലെ തന്നെ ഒരു LED കോർക്കാണ്. LED കോർക്കിന് 45-50 രൂപയൊക്കെ വില വരും. ഇത്രയും സാധനങ്ങൾ, ഈ 3 സാധനങ്ങളുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കൊരു ഗിഫ്റ്റ് റെഡിയാക്കാം നമ്മുടെ അമ്മമാർക്ക്. അത് എത്ര ചെറിയ മക്കൾക്കും ചെയ്യാന്നുള്ളത് ഞാൻ ആമിക്കുട്ടിയെ ഉദ്ദേശിച്ചിട്ടാട്ടോ പറയുന്നത്. സോ ഗൈസ്, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാട്ടോ. പീക്കിരി ആദ്യം തന്നെ വന്നിട്ട് കസേരയിൽ ഇരുന്നിട്ട് ആ കളർ ഈ കളർ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ബ്ലൂവും റെഡുമാണ് എടുപ്പിച്ചത്. ഈ 2 കളറും എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാം, ഈ 2 കളറും കൂടി ചേരുമ്പോൾ ഏകദേശം ഒരു വൈൻ കളറാണ് നമുക്ക് കിട്ടുക. അപ്പം ഞാൻ ഈ ബോട്ടിൽ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ട്രാൻസ്പെറൻറ്റ് കളർ മാറിയിട്ട് ലൈറ്റ് കളർ വേർഷൻ ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്ലാസ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നോക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചപ്പോൾ അതിനകത്ത് അധികമായി പോയി. സോ ഞാനതൊന്ന് എന്താ പറയുക, എല്ലായിടത്തും പരത്തിയതിന് ശേഷം വേണം അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ ആമിമോളാണെങ്കിൽ ഓരോരോ കളർ എടുത്ത് തുറന്ന് നോക്കിയിട്ട് ലിപ്സ്റ്റിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവമേന്ന് പറഞ്ഞ് ഞാനൊക്കെ വാങ്ങിച്ച് വെക്കുന്നുണ്ട്. കാരണം ഇതൊരു കെമിക്കലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് കുറച്ചെങ്ങാനും കുഞ്ഞുങ്ങളെ വായലൊക്കെ പോയാൽ പിന്നെ അതിൻ്റെ വൈത്താലം നടക്കാനേ നമുക്ക് നേരം ഉണ്ടാവുകയുള്ളൂ. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആര് ചെയ്യുമ്പോഴും മക്കളെയൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനും, മക്കൾക്കൊന്നും കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞൊരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു ലൈറ്റ് കളർ ആയില്ലേ, ഇതൊന്നും കൂടി ലൈറ്റ് ഔട്ടോ. കാരണം ഇതിങ്ങനെ എന്താ പറയുക, അടിയിലേക്ക് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഞാൻ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. ആമിക്കുട്ടിയാണെങ്കിൽ ഞാൻ ഡ്രൈ ആക്കാൻ വേണ്ടി കൊണ്ടുവച്ച ഫാൻ എടുത്ത് കളിയോട് കളിയാണ്. അവൾ ഭയങ്കര ഹാപ്പി ആട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞൊരു ലെവലിൽ എത്തിയിട്ടുണ്ട് ഈ ബോട്ടിൽ. ഇനി ഇതിലേക്ക് നമ്മൾ മാർക്കർ, അതായത് പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ട് ഹാപ്പി മദേഴ്സ് ഡേ എന്ന് എഴുതി കൊടുക്കാൻ പോവുകയാണ്. പെർമനൻറ്റ് മാർക്കർ തന്നെ വേണമെന്നില്ല. ഇതിൻ്റെ കൂടെ, അതായത് ഗ്ലാസ് പെയിൻറ്റിൻ്റെ കൂടെ തന്നെ ഒരു എന്താ പറയുക ബ്ലാക്ക് ലൈനർ കിട്ടും. അത് വെച്ചിട്ട് നന്നായിട്ട് എഴുതാൻ കഴിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എഴുതിയാലും മതി. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ അടർന്നു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതായത് ആ ഒരു ലൈൻ ഇങ്ങനെ അടർന്നു പോവും. പിന്നെ മൈലാഞ്ചിയൊക്കെ ഇടുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റുന്നതാട്ടോ എനിക്ക് തോന്നുന്നത്. ഞാൻ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ലേശം മോശമാണ്. എനിക്ക് കാലിഗ്രാഫിയും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം ഞാൻ നല്ല ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് തന്നെയാണ് ഹാപ്പി മദേഴ്സ് ഡേ എന്ന് എഴുതാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ ടെസ്റ്റർ വന്നിങ്ങാണ്ട് അതൊക്കെ ഒന്ന് ഞരണ്ടി നോക്കുന്നുണ്ട്, അത് പോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു സംശയം, ഇത് പോകുമോ എന്നുള്ളത്. അങ്ങനെ മദർ എന്ന് എഴുതാൻ വേണ്ടി നിന്നപ്പോൾ ആ ഒന്നും ഒരു സുഖമായി തോന്നിയില്ല. അപ്പോൾ ഞാനതൊന്ന് മായ്ച്ചിട്ട് രണ്ടാമതും ബോൾഡായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പോവുകയാണേ. അമ്മമാരുള്ള കാലഘട്ടമാണ് ഏറ്റവും നല്ല കാലഘട്ടം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. കാരണം മക്കളെ അമ്മമാർക്ക് സ്നേഹിക്കാൻ കഴിയുന്ന പോലെ വേറൊരാൾക്കും സ്നേഹിക്കാൻ പറ്റില്ല. അതിപ്പോൾ പങ്കാളിയാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം നമ്മൾ മക്കളായിരിക്കുമ്പോൾ നമ്മൾ അമ്മമാരുടെ അടുത്ത് എത്രമാത്രം എന്തെല്ലാം കാര്യങ്ങൾക്ക് വഴക്ക് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ദേഷ്യം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മക്കളായി കഴിഞ്ഞാലാണ് നമുക്കത് മനസ്സിലാവുക. എൻ്റെ അമ്മ എപ്പോഴും പറയായിരുന്നു, നിനക്കിപ്പോൾ ഒന്നും മനസ്സിലാവില്ല, നിനക്കൊരു കുട്ടിയാവട്ടെ, അപ്പോഴേ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ എന്ന്. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം കേട്ടോ. കാരണം ഇപ്പം ഞാൻ ആമിയുടെ അമ്മ എന്നുള്ള ലെവലിൽ ആമിക്കൊരു തുമ്മൽ വന്നാൽ വരെ ഞാൻ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് എനിക്കേ അറിയുള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് നെർവസ് ആവും, ടെൻഷനാവും, കരച്ചിലാവും. ആ ഒരു ലെവലാണ് എൻ്റേത്. പക്ഷേ എൻ്റെ അമ്മ ഭയങ്കര ബോൾഡായിരുന്നു. അങ്ങനെ ഇങ്ങനെയൊന്നും കരയില്ല. എന്ത് പ്രതിസന്ധി വന്നാലും അമ്മ പിടിച്ച് നിൽക്കുമായിരുന്നു. ഞങ്ങൾ 3 മക്കളെ നല്ല രീതിയിൽ വളർത്താനും അമ്മയുടെ ആ ഒരു ധൈര്യം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ധൈര്യം കിട്ടിയിട്ടില്ല കേട്ടോ. ആമി ഒന്ന് വീണ് തലയിലൊക്കെ ഒരു മുഴയൊക്കെ വന്നാൽ അവൾ ബോധം കെടുന്നതിന് മുന്നേ ഞാൻ ബോധം കെടും.
അത്രയും എന്താ പറയുക സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു അമ്മയാണ് ഞാൻ. അങ്ങനെ ഞാൻ അതൊക്കെ എഴുതി റെഡിയാക്കിയതിന് ശേഷം തെറ്റിപ്പോയ എൻ്റെ പുത്രിയെ വിളിക്കുകയാണ് കേട്ടോ. അവൾ തെറ്റിപ്പോയതാണ് ഗൈസ്. അവൾക്ക് സാധനങ്ങളൊന്നും കൊടുക്കാത്തതിന് അവൾ തെറ്റിപ്പോയതാണ്. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് ആദ്യമൊന്നും വരാതെ പിന്നെ ആൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ വിളിക്കുന്ന നേരത്ത് അവൾക്ക് ഭയങ്കര കുറുമ്പ്. അങ്ങനെ ഞാൻ ആ LED കോർക്ക് ആ ബോട്ടിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഇറക്കിയിട്ട് എന്താ പറയുക ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ഇടാം. കാരണം അതിനകത്തുള്ള പെയിൻറ് ഡ്രൈ ആയിട്ടില്ല. അപ്പോഴേക്കും നമ്മളെ മാഡം വരുന്നുണ്ട് കേട്ടോ. ആമിയുടെ ചക്കര അമ്മയാണ്, ചക്കര വാവയാണ്, അമ്മയുടെ ചക്കര വാവയാണ് ആമി എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പ് ഇട്ടിട്ടാണ് വരുന്നത് തന്നെ. അപ്പോൾ ആൾ സോപ്പ് ഇടാൻ മിടുക്കിയാണെന്നുള്ളത് എനിക്കറിയാം കേട്ടോ. അതുപോലെ തന്നെ നന്നായി കുശുമ്പ് കുത്തും ചെയ്യും. ഞാൻ എൻ്റെ സുതി എന്ന് പറയുമ്പോൾ അവൾ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തിരക്ക് കൂടാറാണ്. അപ്പോൾ അതിൻ്റെ ലൈറ്റ് ഇടലും കഴിഞ്ഞു കേട്ടോ, ഉദ്ഘാടനവും കഴിഞ്ഞു. സോ നമ്മുടെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ വിചാരിച്ച സംഭവം. രാത്രിയൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക ബ്ലിങ്ക് ചെയ്തെങ്ങാണ്ട് ഈ ലൈറ്റ് ഇട്ട് വയ്ക്കുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആവും റൂമിലൊക്കെ. അപ്പോൾ എന്തുകൊണ്ടും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അതിനകത്ത് ഹാപ്പി മദേഴ്സ് ഡേയും കൂടി വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. പേഴ്സണലി എനിക്കിഷ്ടമായി കേട്ടോ. ചെറിയ ക്രാഫ്റ്റാണ്, അതിനകത്ത് അധികം എക്സ്പെൻസ് വരുന്നില്ല. അതുപോലെ തന്നെ ആർക്കും ചെയ്യാനും പറ്റും. പാമിക്കുട്ടിക്ക് അടക്കം നമ്മൾ അടുത്ത് നിന്നിട്ട് അവൾക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇപ്പം നമ്മൾ ചെയ്ത ആർട്ട്. അപ്പോൾ അവൾ ഹാപ്പി ആയിട്ടോ സാധനം കിട്ടിയപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എനിക്ക് എൻ്റെ ക്രാഫ്റ്റ് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വില കൂടിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക കമൻ്റായിട്ട്. അതുപോലെ തന്നെ വീഡിയോ കണ്ടാൽ എന്താണെങ്കിലും ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. കാരണം നിങ്ങളുടെ ലൈക്കാണ് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക പ്രോത്സാഹനം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോത്സാഹനം ഒട്ടും കുറയ്ക്കേണ്ട കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടും വേണം കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.